ഒരു വസ്തുവിലായാലും ശരി തന്നെ, ഒരു വീട്ടിലായാലും ഒരു റൂമിലായാലും നമ്മൾ അതിന്റെ വെയിറ്റ് വെക്കുന്നത് എപ്പോഴും സൗത്ത് വെസ്റ്റ് കോർണറിലായിരിക്കണം. അവിടെ വെയിറ്റ് കയറി ഈശാന കോണം മറയപ്പെട്ടു. എന്തു പറ്റും? വളരെ വലിയ വാസ്തുദോഷം അവിടെ ഉണ്ടാക്കും. നമസ്കാരം. പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റ് ആയ സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്തേ. സാർ 20 വർഷം ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ സാർ പലതരത്തിലുള്ള ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡ് കണ്ടവർ തന്നെ കമന്റ്സിലൂടെ അത് അറിയിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഇപ്പോൾ പ്രീവിയസ് എപ്പിസോഡിൽ തന്നെ സാർ പറയുണ്ടായി ഈശാന കോണിൽ നമ്മൾ ഭാരം വെക്കാൻ പാടില്ല, അവിടെ എപ്പോഴും ഫ്രീ ആയിട്ട് ഇട്ടേക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഭാരം വെക്കാൻ സാധിക്കുന്ന ദിക്ക് എവിടെയായിരിക്കും? അത് നമുക്ക് ആ ഈശാന കോണിൽ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു വസ്തുവിലായാലും ശരി തന്നെ, ഒരു വീട്ടിലായാലും ഒരു റൂമിലായാലും നമ്മൾ അതിന്റെ വെയിറ്റ് വെക്കുന്നത് എപ്പോഴും സൗത്ത് വെസ്റ്റ് കോർണറിലായിരിക്കണം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ ഒരു വലിയ ഒരു റൂമിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. ഈശാന കോണിലെ കാര്യമാണ് ചോദിച്ചത്, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇത് പറയുമ്പോൾ അത് ക്ലിയർ ആവും. ഒരു റൂം എടുക്കുന്നു. ഇത് 100 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂം ആയിക്കോട്ടെ, 500 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂം ആയിക്കോട്ടെ, ഇതിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഏറ്റവും ഉയരമുള്ളതും ഭാരമുള്ളതുമായ വസ്തുക്കൾ വെക്കാം. എവിടെ വെക്കാം? സൗത്ത് വെസ്റ്റ് കോർണറിൽ, കന്നിമൂലയിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് സൗത്തിൽ വെക്കാം, വെസ്റ്റിൽ വെക്കാം, സൗത്ത് ഈസ്റ്റിൽ വെക്കാം, നോർത്ത് വെസ്റ്റിൽ വെക്കാം. അപ്പോൾ സൗത്തും വെസ്റ്റും ഇവിടെ കവറായി. ഏറ്റവും ഹൈറ്റും വെയിറ്റും എവിടെ വന്നു? സൗത്ത് വെസ്റ്റിലും വന്നു. ക്ലിയർ ആയില്ലേ? ആ രീതിയിൽ വെക്കാം. നോർത്തും ഈസ്റ്റും ഫ്രീ ആക്കി ഇടുക. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ലാൻഡിൽ ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? ഇതേ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്റെ ഔട്ട് സൈഡിൽ നിങ്ങൾക്ക് ഒരു റൂം വേണം, ഒരു ഔട്ട് ഹൗസ് വേണം. അത് നമുക്ക് എവിടെ വെക്കാം? വെസ്റ്റിൽ വെക്കാം. മനസ്സിലായില്ലേ? അത് ഒരു കാരണവശാലും കൊണ്ടുപോയി നോർത്ത് ഈസ്റ്റിൽ വെക്കാൻ പാടില്ല. ഇപ്പൊ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ കുറച്ച് മുമ്പുള്ള വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് കിണർ വരുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. ഇപ്പോഴും കിണർ നോർത്ത് ഈസ്റ്റിൽ തന്നെ. അപ്പൊ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മളൊരു കിണർ കൊണ്ടുപോയി കുഴിച്ചിട്ട് നമുക്ക് ഒരു ടോയ്ലറ്റും വേണം, ഒരു കുളിമുറിയും വേണം. നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കോരിയെടുക്കാനുള്ള സൗകര്യം ഇതാണ്. ഇപ്പോഴാണല്ലോ എല്ലാവരും മോട്ടറും കാര്യങ്ങളും എല്ലാം ആയത്. വെള്ളം കോരിയെടുക്കാനുള്ള സൗകര്യവും കൊണ്ടുപോകാനുള്ള സൗകര്യവും ഈ കിണറ്റിനടുത്താണ്. ഇവർ ഈ കിണറ്റിന്റെ അവിടെ 2 റൂമുകൾ പണിയും. ഒന്ന് ബാത്റൂമും ഒന്ന് ടോയ്ലറ്റും. അത് എന്തു പറ്റും? വളരെ വലിയ വാസ്തുദോഷം അവിടെ ഉണ്ടാക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈശാന കോണ് മറയപ്പെട്ടു. മനസ്സിലായല്ലേ? അവിടെ വെയിറ്റ് കയറി ഈശാന കോണ് മറയപ്പെട്ടു. 2 അവിടെ ടോയ്ലറ്റ് വന്നു. ഭൂരിഭാഗവും അതിന്റെ അടുത്ത് കിണറിന്റെ വ്യത്യാസത്തിൽ അവിടെ എവിടെയെങ്കിലും സെപ്റ്റിക് ടാങ്കും ചെയ്യും. ഇത് വാസ്തുപ്രകാരം വലിയൊരു മിസ്റ്റേക്കാണ്. ഒരുപാട് പേർക്ക് പറ്റിയിട്ടുള്ളതാണ്. ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഇപ്പൊ എല്ലാവർക്കും മോട്ടറും കാര്യങ്ങളും ആയതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ നേരത്തെ ഉള്ള വീടുകളിൽ, നമ്മൾ 10-20 വർഷം ആയതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ മുമ്പ് ഉള്ള കൺസൾട്ട് ചെയ്യുന്ന ഭൂരിഭാഗം വീടുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സാർ, ഇപ്പൊ ചിലർക്കാണെങ്കിൽ അവരുടെ പഴയ വീട് ഒന്നുപോലും പൊളിച്ചു മാറ്റാൻ താല്പര്യം ഇല്ലാത്തവർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഇരുന്നു കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവര് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങളായിരിക്കും. മനസ്സിലായല്ലേ? മാത്രമല്ല, കുട്ടികളുടെ വിദ്യാഭ്യാസം നേരെ ചൊവ്വേ പോകത്തില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലർ പറയും പഠിക്കാൻ നല്ല കഴിവുള്ളതായിരുന്നു, പക്ഷെ റിസൾട്ട് ഇല്ല. വിദ്യാഭ്യാസം നേരെ ചൊവ്വേ പോകത്തില്ല. മാത്രമല്ല, അവരുടെ ബുദ്ധി തന്നെ വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായല്ലേ? മാത്രമല്ല, കഴുത്തിന് മുകളിലോട്ടുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അവരെ ബാധിക്കും. കാര്യം എന്തുകൊണ്ടാണ്? ഈശാന കോണിലാണ് അത് വന്നിരിക്കുന്നത്. ഈശാന കോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ശിരസ് മുതൽ കഴുത്ത് വരെയുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അത്തരത്തിൽ അവിടെ എന്തെങ്കിലും വന്നാൽ ഇത്തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സാർ, അങ്ങനെയുള്ള കൺസൾട്ടേഷന് പോകുമ്പോ സാർ പറഞ്ഞു കൊടുക്കാറുള്ള പരിഹാരങ്ങൾ നമ്മൾ ഇത് ഒരു 99% ഇത്തരം ഭാഗത്തിലുള്ള ടോയ്ലറ്റുകളെ പൂർണ്ണമായും ഒഴിവാക്കാൻ തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് അതിന്റെ ഒരു മെയിൻ. ചില കാര്യങ്ങൾക്ക് നമുക്കൊരു വിട്ടുവീഴ്ച ഇല്ല. കാരണം വിട്ടുവീഴ്ച വന്നാൽ അവരുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. കാരണം അവർ നല്ലൊരു പൊസിഷനിലോ നല്ലൊരു സ്ഥലത്തോ എത്തേണ്ട ആൾക്കാരായിരിക്കും. ഈ ഒരു കാര്യം കൊണ്ട് അവർക്കത് ബ്ലോക്ക് ആവും. അത് പറ്റത്തില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ പോകുന്നതാണ് നല്ലത്. ഇനി നോർത്ത് ഈസ്റ്റിൽ ഒരു ടോയ്ലറ്റ് വന്നു, ഒരു കാരണവശാലും അവർക്ക് ഇത് പൊളിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നിങ്ങൾ ഒരു കൺസൾട്ടിങ്ങിന് വിളിച്ചത് ഒരു വാടക കെട്ടിടത്തിലാണ്, റെന്റൽ ഹൗസ് ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തേക്ക് ഒരു ഒറ്റയ്ക്കെടുത്തെന്നൊക്കെ പറയൂലേ? ഇപ്പൊ ഒരു 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഈ വീടിനെ ഒരു ഒറ്റയ്ക്കെടുത്തപ്പോൾ നിങ്ങൾ എടുത്തുപോയി.
ഇനി നിങ്ങൾക്ക് 5 വർഷത്തെ എഗ്രിമെന്റുമാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് മാറാൻ പറ്റും. പറ്റും. പക്ഷെ നിങ്ങൾ ഇവിടെ 1 വർഷം താമസിച്ചപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നി ഇതിന് വാസ്തുവിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ എന്നെ വിളിച്ച് കാണിച്ചപ്പോൾ ഞാൻ പറയുന്നു നിങ്ങളുടെ ഈ ടോയ്ലറ്റ് ആണ് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിൽക്കുന്ന ഈ ടോയ്ലറ്റ് ആണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കത് പൊളിക്കാൻ പറ്റുമോ? പറ്റില്ല. അത്തരം സ്ഥലങ്ങളിൽ നിങ്ങളുടെ മോൻ എന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുമാണ്, നല്ലതുപോലെ പഠിക്കുന്ന വ്യക്തിയും ആണെന്ന് കരുതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ നോർത്ത് ഈസ്റ്റിനകത്ത് ഒരു 5 റോഡ് വിൻഷയും കൊടുക്കും. മനസ്സിലായില്ലേ? വേറെ ഒരു മാർഗവും ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ ആ ഒരു റെമഡിയിലേക്ക് പോകുന്നത്. ഒരു 5 റോഡ് വിൻഷയും ഈ ടോയ്ലറ്റിനകത്ത് വെക്കാൻ പറയും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ സ്റ്റഡി ടേബിളിന്റെ മുകളിലേക്ക് ഒരു എഡ്യൂക്കേഷൻ ടവർ കൊടുക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ഡയറക്ഷൻ, ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് വിദ്യാഭ്യാസത്തിന്റെ ഡയറക്ഷൻ ഉണ്ട് ഓരോ വ്യക്തിക്കും, എനിക്കും ഉണ്ട്, കാണുന്ന എല്ലാവർക്കും ഉണ്ട്. ആ ഡയറക്ഷൻസിലോട്ട് ഈ കുട്ടിയെ നോക്കി പഠിക്കാൻ പറയും. നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന് വ്യത്യാസമുണ്ട്, മാറ്റമുണ്ട്. അപ്പോ ഒരു റെമഡി മാത്രമാണ് സാർ പറഞ്ഞത്. അപ്പം അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളൊരു ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം അത്രയും ചില സീരിയസ് ആയിട്ടുള്ള മാറ്ററുകൾ മാത്രമാണ് നമ്മൾ അത്രയും വാശി പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയും പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വാടക കെട്ടണമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലെങ്കിലും ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തിന്റെ കാഠിന്യം കുറയ്ക്കൂ എന്നുള്ളതാണ് ഫെങ്ഷുയിലൂടെ ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പം ഓൾറെഡി ഈശാന്റെ കോണിലെ വെയിറ്റ് ഒക്കെ വെച്ച് ഓൾറെഡി വീട് പണിഞ്ഞവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതുപോലെ സാറിനെ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഞങ്ങളുടെ എപ്പിസോഡ്സ് തുടർന്നാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.